കേരളത്തിൻ്റെ സാമ്പത്തിക ആരോഗ്യത്തെക്കുറിച്ചുള്ളൊരു സ്റ്റേറ്റസ് റിപ്പോർട്ടാണ് ഗവൺമെൻറ് സഭയിൽ വച്ചിരിക്കുന്നത്. കാരണം കേരളത്തിലെ ജനങ്ങൾ അറിയണം കേരളത്തിലെ സമ്പദ് വ്യവസ്ഥയുടെ യഥാർത്ഥ ചിത്രം എന്താണ് എന്ന്. കേരളത്തിലെ ജനങ്ങൾ, സാധാരണക്കാരായ ആളുകൾ, MLA മാർ, മന്ത്രിമാർ, ജനപ്രതിനിധികൾ, ഇത് തയ്യാറാക്കുന്ന ആളുകൾ എല്ലാവരും അറിയണം. ബ്യൂറോക്രസി എല്ലാവരും അറിയണം ഇതെന്താണ് കേരളത്തിൻ്റെ യഥാർത്ഥ സമ്പദ് വ്യവസ്ഥ. ഇതെല്ലാം പബ്ലിക് ഡൊമൈനിലുള്ള വിവരങ്ങൾ മാത്രമാണ്. ഞാൻ വളരെ അഭിമാനത്തോടു കൂടി പറയുന്നു, ഇവിടെ പലപ്പോഴും വെച്ചിട്ടുള്ള പല വൈറ്റ് പേപ്പറുകളും പൊളിറ്റിക്കൽ ഡോക്യുമെന്റാണ്. ഇത് ഇറ്റ്സ് നോട്ട് എ പൊളിറ്റിക്കൽ ഡോക്യുമെന്റ്. ഇത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ആരോഗ്യം സംബന്ധിച്ച ഒരു സ്റ്റേറ്റസ് റിപ്പോർട്ടാണ്. ഇത് കേരളത്തിന്റെ ഭാവി കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി ഏറ്റവും പ്രയോജനം ചെയ്യാൻ പോകുന്ന അടിസ്ഥാന ഡോക്യുമെന്റാണ്. കെട്ടിപ്പൊക്കിയ മിഥ്യകളൊന്നും ശരിയല്ല എന്ന്. ഞാനിപ്പോൾ അതിനെക്കുറിച്ച് ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇതെല്ലാം വായിച്ചു നോക്കിയിട്ട് എല്ലാവരും മനസ്സിലാക്കിയാൽ മതി. കെട്ടിപ്പൊക്കിയ മിഥ്യകൾ. നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ആ ധവളപത്രം പിണറായിയെ വല്ലാതെ പേടിപ്പിക്കുന്നു. ഇന്ന് നിയമസഭയുടെ മേശപ്പുറത്ത് ധവളപത്രം വയ്ക്കുമ്പോൾ മറുവശത്ത് മുൻ ധനകാര്യമന്ത്രി KN ബാലഗോപാൽ VD സതീശന് നേർക്ക് വെല്ലുവിളിച്ചു. എല്ലാ പ്രസിഡന്റുകളും കാറ്റിൽ പറത്തി ഒരു പൊളിറ്റിക്കൽ രേഖയാക്കി ധവളപത്രം അവതരിപ്പിക്കുന്നതിനെ ചോദ്യം ചെയ്യുകയായിരുന്നു പ്രതിപക്ഷം. ബാലഗോപാൽ ഉച്ചത്തിൽ തൻ്റെ പ്രതിഷേധം നിയമസഭയിൽ രേഖപ്പെടുത്തി. തൊട്ടുപിന്നാലെ സതീശൻ എഴുന്നേറ്റു. കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിൻ്റെ തനിനിറം വ്യക്തമാക്കുന്ന ധവളപത്രം അവതരിപ്പിക്കുകയായിരുന്നു സതീശൻ. ഭാവി കേരളം കെട്ടിപ്പടുക്കുന്നതിൻ്റെ ബേസിക് ഡോക്യുമെൻ്റാണ് ഞങ്ങൾ നിയമസഭയുടെ മുന്നിൽ വയ്ക്കുന്നത് എന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. ഇത് പറഞ്ഞുകൊണ്ടാണ് ധവളപത്രം സഭയ്ക്ക് മുന്നിൽ അദ്ദേഹം വെച്ചത്. ധവളപത്രം സഭയുടെ മേശപ്പുറത്ത് വെച്ചതിന് തൊട്ടുപിന്നാലെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ എഴുന്നേറ്റു. ഇത് എല്ലാ കീഴ്വഴക്കങ്ങളും ലംഘിക്കുന്നതാണ്. ധവളപത്രം എഴുതിയത്, തയ്യാറാക്കിയത് പുറത്തുള്ള ഏജൻസി. സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണക്കുകൾ, ഔദ്യോഗിക രേഖകൾ പുറത്തേക്ക് പോയി എന്ന ആരോപണം ബാലഗോപാൽ ഉയർത്തി. സാധാരണ നിലയിൽ ഇത്തരം ധവളപത്രം തയ്യാറാക്കുന്നത് ധനകാര്യ വകുപ്പാണ്. ഇക്കുറി ധനകാര്യ വകുപ്പിനെ നോക്കുകുത്തിയാക്കി മറ്റേജൻസിയാണ് ഈ ധവളപത്രം തയ്യാറാക്കിയത് എന്ന് പിണറായി വിജയൻ ആരോപണമുന്നയിച്ചു. എന്നാൽ ഉരുളയ്ക്കുപ്പേരി പോലെ മറുപടിയുമായി ഇതാ VD സതീശൻ സഭയ്ക്ക് മുന്നിൽ. അതിശക്തമായ വാക്കുകളിലൂടെ പിണറായി വിജയനെ കശക്കിയെറിയുന്ന മുഖ്യമന്ത്രിയെ നമ്മൾ കണ്ടു. ഈ ധവളപത്രം തയ്യാറാക്കിയത് ആരാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുക. മുൻ ക്യാബിനറ്റ് സെക്രട്ടറിയായ KM ചന്ദ്രശേഖരൻ, പ്രമുഖ എക്കണോമിസ്റ്റ് നാരായണൻ, പിന്നെ CDSൻ്റെ മുൻ ചെയർമാൻ വീരമണി, ഇത്രയും പ്രമുഖർ ചേർത്ത് തയ്യാറാക്കിയ ധവളപത്രമാണ് ഞങ്ങൾ സഭയ്ക്ക് മുന്നിൽ വയ്ക്കുന്നത്. ധനകാര്യ വകുപ്പിനപ്പുറം ഇനിയും വേണ്ടി വന്നാൽ വിദഗ്ധരുടെ സഹായം ഞങ്ങൾ തേടുമെന്ന് VD സതീശൻ സഭയോട് പറഞ്ഞു. എന്നാൽ ധനകാര്യ വകുപ്പല്ല ഈ ധവളപത്രം തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കീഴ്വഴക്കങ്ങൾ ഇവിടെ ലംഘിക്കപ്പെട്ടു എന്ന ആരോപണവുമായി പെട്ടെന്ന് പിണറായി വിജയൻ ചാടി എഴുന്നേറ്റു. അതിശക്തമായ വിമർശനമാണ് പിണറായി ഉയർത്തിയത്. അതിനെ മറികടക്കുന്ന സതീശൻ കൊടുങ്കാറ്റാണ് പിന്നെ കണ്ടത്. കീഴ്വഴക്കങ്ങൾ തിരുത്തി എഴുതപ്പെടും. നിങ്ങളുടെ നയം തുടരാനല്ല ഞങ്ങളെ ജനം തെരഞ്ഞെടുത്ത് ഇവിടെ ഇരുത്തിയിരിക്കുന്നത്. ഇതൊരു പൊളിറ്റിക്കൽ ഡോക്യുമെൻ്റാണ് എന്ന വിമർശനമായിരുന്നു പിണറായി വിജയൻ ധവളപത്രത്തെക്കുറിച്ച് ഉന്നയിച്ചത്. ധനകാര്യ വകുപ്പ് ഉദ്യോഗസ്ഥരല്ല ഈ ധവളപത്രം തയ്യാറാക്കിയത്, പുറത്തുള്ള ഏജൻസിയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു പൊളിറ്റിക്കൽ ഡോക്യുമെൻ്റ് മാത്രമെന്നാണ് പിണറായി വിജയൻ ഇതിനെ പരിഹസിച്ചത്. അതിനു മുൻപ് സതീശൻ തൻ്റെ വാക്കുകളിൽ മുൻപൊക്കെ ധവളപത്രമായി പുറത്തിറങ്ങിയിരുന്നത് പൊളിറ്റിക്കൽ ഡോക്യുമെൻ്റുകളായിരുന്നു എന്ന പരിഹാസമുയർത്തിയിരുന്നു. എന്നാൽ മുൻപിറങ്ങിയ ധവളപത്രം പൊളിറ്റിക്കൽ ഡോക്യുമെൻ്റുകളാക്കി വിലയിരുത്തരുത്, ഇതാണ് പൊളിറ്റിക്കൽ ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി ഇതിനെ പരിഹസിച്ചു. ഇതിന് പിന്നാലെയാണ് VD സതീശൻ പിണറായി വിജയനെ അടിച്ചിരുത്തുന്ന രംഗം നമ്മൾ കണ്ടത്. പ്രതിപക്ഷ നേതാവിൻ്റേത് ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റാണ്. ആ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റിനെയാണ് ഇവിടെ തള്ളിക്കളയേണ്ടത്. ഇത് ധവളപത്രമാണ്, വിദഗ്ധർ തയ്യാറാക്കിയ ധവളപത്രം. കീഴ്വഴക്കങ്ങൾ പലതും ലംഘിക്കപ്പെടും. അതിനാണ് ജനങ്ങൾ ഞങ്ങളെ ഇവിടെ തെരഞ്ഞെടുത്തിരുത്തിയിരിക്കുന്നത് എന്ന് VD സതീശൻ പിണറായി വിജയൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. ജനം ജയിപ്പിച്ചു എന്ന് കരുതി എന്തും ചെയ്യാം എന്ന മനോഭാവം തെറ്റെന്നായി പിണറായി വിജയൻ. അതിനും സതീശന് മറുപടിയുണ്ട്. ഞങ്ങൾക്ക് ചെയ്യേണ്ടതുപോലെ ചെയ്യാനറിയാം. ഇതിനിടയിൽ സ്പീക്കറുടെ ഇടപെടൽ. ഇപ്പോൾ ഈ തർക്കം വേണ്ട, ക്യാബിനറ്റ് അംഗീകരിച്ച ധവളപത്രം സഭയ്ക്ക് മുന്നിൽ വയ്ക്കുന്നു, ചർച്ചകളൊക്കെ പിന്നീടാവാം എന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. വലിയ വാഗ്വാദങ്ങളോടെയാണ് ധവളപത്രം നിയമസഭയ്ക്ക് മുന്നിൽ അവതരിപ്പിച്ചതെങ്കിലും അതിന് പിന്നാലെ ധവളപത്രത്തിലെ പല പോയിന്റുകളും ഇപ്പോൾ കേരളം ചർച്ച ചെയ്യുന്നു. കേരളം നടുങ്ങുന്ന വിവരങ്ങൾ തന്നെയാണ് ധവളപത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്.
2026 അധികാരമേറ്റ പുതിയ സർക്കാരിൻ്റെ മുന്നിൽ അതീവ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയാണുള്ളത് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ഡോക്യുമെന്റ്. കേരളത്തിന്റെ ആകെ കടബാധ്യത 5.07 ലക്ഷം കോടി രൂപ. ധവളപത്രത്തിലെ വിവരങ്ങൾ അങ്ങേയറ്റം ഞെട്ടലുളവാക്കുന്നത്. സംസ്ഥാനം കടുത്ത ട്രഷറി പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്നു. 2025 മാത്രം 262 ദിവസം വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസിനെയും 84 ദിവസം ഓവർ ഡ്രാഫ്റ്റിനെയും ആശ്രയിക്കേണ്ടി വന്നു. സംസ്ഥാനത്തിന്റെ ആകെ വരുമാനത്തിന്റെ 77% ശമ്പളം, പെൻഷൻ, പലിശ തുടങ്ങിയ നിർബന്ധിത ചെലവുകൾക്കായി മാറ്റിവെക്കേണ്ടി വരുന്നു. ഇത് വികസന പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിച്ചു. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും DAR കുടിശ്ശിക ഇനത്തിൽ മാത്രം ഇനി കൊടുത്തു തീർക്കേണ്ടത് 48,733 കോടി രൂപ. ഇത്തരമൊരു അധിക ബാധ്യതയും പുതിയ സർക്കാരിന് ഏറ്റെടുക്കേണ്ടി വന്നു. സംസ്ഥാനത്തിൻ്റെ അടിസ്ഥാന വികസനത്തിനായുള്ള മൂലധന ചെലവ് രാജ്യത്തെ തന്നെ ഏറ്റവും താഴ്ന്ന നിരക്കിൽ. ഇത് ആശങ്കാജനകമാണ് എന്ന് ധവളപത്രം പറയുന്നു. കിഫ്ബി വഴി എടുത്തിട്ടുള്ള പൊതുകടം ഏകദേശം 21,000 കോടി. ഈ വായ്പാ ബാധ്യത യഥാർത്ഥത്തിൽ സംസ്ഥാനത്തിൻ്റെ തന്നെ കടമാണ് എന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഇതിനു പുറമെ KSRTC, വാട്ടർ അതോറിറ്റി തുടങ്ങിയ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ആകെ സഞ്ചിത നഷ്ടം 78,851 കോടി രൂപ. സാമ്പത്തിക ഞെരുക്കം കാരണം പട്ടികജാതി, പട്ടികവർഗ, ന്യൂനപക്ഷ വിഭാഗങ്ങൾ എന്നിവർക്കുള്ള പദ്ധതി വിഹിതത്തിൽ കഴിഞ്ഞ വർഷങ്ങളിൽ ഗണ്യമായ കുറവ്. കേന്ദ്ര വിഹിതത്തിലുണ്ടായ കുറവ്, GST നഷ്ടപരിഹാരം അവസാനിപ്പിച്ചത് ഖജനാവിന് കനത്ത ആഘാതം. 15ാം ധനകാര്യ കമ്മീഷൻ കാലയളവിൽ ലഭിച്ചിരുന്ന റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് നിർത്തലാക്കിയത് വരുമാനത്തിൽ 20,000 കോടി രൂപയുടെ കുറവുണ്ടാക്കാൻ ഇടവരുത്തും. കേന്ദ്ര നികുതി വിഹിതത്തിൽ കേരളത്തിന്റെ പങ്കിൽ വലിയ കുറവ്. ട്രഷറി പ്രവർത്തനങ്ങൾ അതീവ സങ്കീർണാവസ്ഥയിൽ. 2024-25 സാമ്പത്തിക വർഷത്തിൽ 12-ൽ 10 മാസവും ട്രഷറിയിൽ ബാലൻസ് നെഗറ്റീവ്. RBIയുടെ അടിയന്തര വായ്പാ സൗകര്യങ്ങളെ ആശ്രയിച്ച് മാത്രം ഈ കാലഘട്ടത്തിൽ നിലകൊണ്ടു. കിഫ്ബിക്കെതിരെ അതിരൂക്ഷ വിമർശനങ്ങൾ. കേവലം സൗജന്യങ്ങൾക്കപ്പുറം വലിയ സാമ്പത്തിക അവസരങ്ങളും ലോക നിലവാരമുള്ള പൊതുസേവനങ്ങളും ആഗ്രഹിക്കുന്ന കേരളത്തിലെ ജനങ്ങളുടെ പ്രതീക്ഷകൾ തല്ലിക്കെടുത്തുന്നതാണ് ഈ ധവളപത്രം. ജനങ്ങൾ നൽകിയ അംഗീകാരം പൂർണ്ണമായി ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഒരവസ്ഥയിലല്ല സർക്കാർ എന്ന് വ്യക്തമാക്കുന്നു ഈ ധവളപത്രം. വരുമാനവും ചെലവും തമ്മിലുള്ള ആഴമേറിയ ഘടനാപരമായ അസന്തുലിതാവസ്ഥ. വരും വർഷങ്ങളിൽ സംസ്ഥാനം സ്വീകരിക്കേണ്ട സാമ്പത്തിക നയങ്ങളും അതിനുള്ള പരിഹാര മാർഗങ്ങളെയും കുറിച്ച് റിപ്പോർട്ടിന്റെ 7ാം അധ്യായം വിശദമായി പ്രതിപാദിക്കുന്നു. ഈ സമ്മർദ്ദം താൽക്കാലികമല്ല, ഒരു ദശകത്തിലേറെയായി രൂപപ്പെട്ടു വന്ന തകരാറുകളുടെ പ്രതിഫലനം. 2025-26 ബജറ്റ് കണക്കുകൾ പ്രകാരം സംസ്ഥാനത്തിൻ്റെ മൊത്തം കടബാധ്യത 5.07 ലക്ഷം. ഇതാണ് നമ്മെ കൂടുതൽ ഞെട്ടിപ്പിക്കുന്നത്. നിലവിലെ പ്രതിസന്ധി മറികടക്കാൻ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പരിഷ്കരണങ്ങൾ കൂടിയേ തീരൂ. ചെലവ് ചുരുക്കൽ കൊണ്ട് മാത്രം പരിഹരിക്കാൻ കഴിയില്ല. റിപ്പോർട്ട് മുന്നോട്ട് വയ്ക്കുന്ന ചില വസ്തുതകൾ ഇങ്ങനെ: സ്വകാര്യ സഹകരണ നിക്ഷേപങ്ങൾ വർദ്ധിപ്പിക്കുക. വികസന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പണമില്ലാത്ത സാഹചര്യത്തിൽ സ്വകാര്യ നിക്ഷേപങ്ങളെയും സഹകരണ മേഖലയിൽ നിന്നുള്ള നിക്ഷേപങ്ങളെയും നിരുപാധികം പ്രോത്സാഹിപ്പിക്കണം. ഇതിനായി തൊഴിൽ ഭൂമി നിയമങ്ങളിൽ, ഭരണപരമായ പ്രക്രിയകളിൽ കാലാനുസൃതമായ പൊളിച്ചെഴുത്ത് വേണം. കേരളത്തിൻ്റെ ഭാവി വികസനം വലിയ വളർച്ച പ്രതീക്ഷിക്കുന്ന പുത്തൻ മേഖലകളെ ആശ്രയിച്ചിരിക്കുന്നു. ഇതിന് തടസ്സമില്ലാതെ വൈദ്യുതി ലഭ്യത ഉറപ്പുവരുത്തണം. ഊർജ്ജ മേഖല സ്വകാര്യവൽക്കരിക്കണമെന്നർത്ഥം. തദ്ദേശ സ്ഥാപനങ്ങളെ കൂടുതൽ കരുത്തുറ്റതാക്കണം. തങ്ങളുടെ നിർബന്ധിത ചുമതലകളിൽ ഒതുങ്ങാതെ വ്യവസായങ്ങളും സംരംഭങ്ങളും വളർത്തുന്നതിൽ പ്രധാന പങ്ക് ഇനി തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ വഹിക്കണം. ആവശ്യക്കാർക്കായി വിപണിയിൽ നിന്ന് വായ്പകൾ സമാഹരിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് നൽകണം. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പ്രവർത്തനപരമായ അക്ഷമത മറച്ചുവെക്കാൻ സാമൂഹിക പ്രതിബദ്ധതയെ ഒരു ആയുധമാക്കരുത് എന്ന് തുറന്നടിക്കുകയാണ് ഈ ധവളപത്രം. ഉൽപ്പാദനത്തെ അടിസ്ഥാനമാക്കിയുള്ള സബ്സിഡികൾക്ക് പകരം യഥാർത്ഥ ഉപഭോക്താവിലേക്ക് നേരിട്ടെത്തുന്ന സബ്സിഡി രീതിയിലേക്ക് മാറണം. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വിറ്റഴിക്കൽ ധവളപത്രത്തിൽ ലക്ഷ്യമിടുന്നു. തുടർച്ചയായി നഷ്ടം വരുത്തുന്നതും തന്ത്രപരമല്ലാത്തതുമായ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കാനോ സ്വകാര്യവൽക്കരിക്കാനോ അല്ലെങ്കിൽ പൂർണ്ണമായി പൂട്ടാനോ ഉള്ള ധീരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളണം. ഒരു വർഷത്തിലെ സംസ്ഥാനത്തിൻ്റെ ഖജനാവ് നോക്കി സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി സുരക്ഷിതമാണ് എന്ന് വിലയിരുത്തുന്നത് തികച്ചും തെറ്റായ ധാരണ. കേരളത്തിൻ്റെ സാമ്പത്തിക അടിത്തറയെ തകർത്തത് കേവലം കോവിഡ് കാലത്തെ പ്രതിസന്ധികളല്ല, മറിച്ച് ബജറ്റ് കണക്കുകളിൽ കാലങ്ങളായി തുടരുന്ന അമിതമായ വരുമാനം പെരുപ്പിച്ചു കാട്ടലും യഥാർത്ഥ വരുമാന സ്രോതസ്സുകളുടെ ഇടിവുമാണ്. ലഭിക്കുന്ന കടം മുഴുവൻ ഉൽപ്പാദനക്ഷമമായ കാര്യങ്ങൾക്കായി വിനിയോഗിക്കാതെ നിത്യനിദാന ചെലവുകൾക്കായി ഉപയോഗിക്കുന്നത് കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. കേവലം രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾക്കപ്പുറം കടുത്ത സാമ്പത്തിക അച്ചടക്കവും വിപ്ലവകരമായ നയം മാറ്റങ്ങളും അനിവാര്യമാണ്. ധനകാര്യ ഉത്തരവാദിത്ത നിയമങ്ങൾ പാലിക്കുന്നതിൽ വരുത്തിയ
വരുത്തിയ വീഴ്ചകൾ തിരുത്തണം, നികുതി അടിത്തറ വിപുലീകരിക്കണം, വ്യവസായ സേവന മേഖലകളിൽ വലിയ തോതിൽ സ്വകാര്യ പങ്കാളിത്തം ഉറപ്പാക്കണം. കേരളത്തിന് സുസ്ഥിരമായൊരു സാമ്പത്തിക ഭാവി കെട്ടിപ്പടുക്കാൻ ഇതുവഴി മാത്രമേ കഴിയൂ. കിഫ്ബിക്കെതിരെയാണ് ധവളപത്രം ഉയർത്തുന്ന ഏറ്റവും വലിയ വിമർശനങ്ങൾ. വലിയ അന്വേഷണത്തിനും ഈ ധവളപത്രം ചൂണ്ടുവിരൽ ഉയർത്തുന്നു. കിഫ്ബി രൂപീകരിച്ചൊരു സമാന്തര സാമ്പത്തിക അധികാര കേന്ദ്രം നിലവിൽ വരാൻ ഇടയാക്കി എന്ന് ധവളപത്രം കുറ്റപ്പെടുത്തി. കിഫ്ബി ഉപേക്ഷിക്കില്ലെങ്കിലും സമ്പൂർണ്ണമായ പൊളിച്ചെഴുത്തുറപ്പ്. പദ്ധതികളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. മസാല ബോണ്ടിലും കിഫ്ബി അക്കൗണ്ടുകളിലും കൺസൾട്ടൻസികൾക്ക് പണം നൽകിയതിലും കടമെടുത്ത പണം ബാങ്കുകൾ നിക്ഷേപിച്ചതിലും ഫോറൻസിക് ഓഡിറ്റ് നടത്തും. സ്വന്തം കടമെടുപ്പ് പരിപാടികളും പദ്ധതി രേഖകളുമുള്ള രണ്ടാം സർക്കാരാണ് കിഫ്ബി എന്ന് ധവളപത്രം കുറ്റപ്പെടുത്തുന്നു. കിഫ്ബിക്ക് തനതായ വരുമാന സ്രോതസ്സുകളോ ചെലവ് നിയന്ത്രണ സംവിധാനമോ കണക്ക് ബോധിപ്പിക്കാനുള്ള നടപടിക്രമങ്ങളോ ഇല്ല. ധനകാര്യ മാനേജ്മെന്റിൽ ഇതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ ഗുരുതരം. സംസ്ഥാനത്തിന്റെ യഥാർത്ഥ കടത്തിൽ കിഫ്ബിയുടെ കടമെടുപ്പ് ഉൾപ്പെടുന്നില്ല. ഇത് ധനകാര്യ അച്ചടക്കത്തെ ബാധിച്ചു. പെട്രോളിയം സെസ്, മോട്ടോർ വാഹന നികുതി തുടങ്ങി സർക്കാരിന്റെ വരുമാന സ്രോതസ്സുകൾ വഴിയാണ് കിഫ്ബിക്ക് ഫണ്ട് കണ്ടെത്തിയത്. ഇത് സംസ്ഥാനത്തിന്റെ ധനസ്ഥിതിയെ ബാധിച്ചു. കിഫ്ബിയുടെ കടമെടുപ്പ് തീരുമാനങ്ങൾക്കും മറ്റുമേൽ പൂർണ്ണ നിയന്ത്രണമില്ല. എന്നാൽ ബാധ്യതകളും പ്രത്യാഘാതങ്ങളും ധനവകുപ്പിനെ ബാധിക്കുന്നു. ആകെ അംഗീകരിച്ച പദ്ധതികളിൽ 20%, നൽകിയ തുകയിൽ 19% കണ്ണൂർ ജില്ലയ്ക്ക്, തിരുവനന്തപുരത്ത് 17%, എറണാകുളത്ത് 11%, ചുരുക്കത്തിൽ 3 ജില്ലകൾക്കായി 50% തുക മാറ്റിവെച്ചു. ഇത് അശാസ്ത്രീയമാണ്. ട്രഷറി പ്രതിസന്ധി അതിരൂക്ഷമെന്ന് വ്യക്തമാക്കുന്നതാണ് ധവളപത്രം. മുൻ സർക്കാരിന്റെ നടുവൊടിക്കുന്ന ധവളപത്രം സഭയിൽ അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായുള്ള വെപ്രാളമാണ് പിണറായി വിജയനും ബാലഗോപാലും കാട്ടിയത്. എന്നാൽ അതിലപ്പുറം അവരുടെ മുഖമടച്ചു നൽകുന്ന VD സതീശൻ ശൈലിയും ഇന്ന് നിയമസഭയിൽ കണ്ടു. ധവളപത്രം തയ്യാറാക്കാൻ ഔദ്യോഗികവും രഹസ്യവുമായി സൂക്ഷിക്കേണ്ട സർക്കാർ രേഖകൾ പുറത്തുകൊടുത്തത് ഗുരുതര ക്രമക്കേടാണ് എന്ന് മുൻ ധനമന്ത്രി KN ബാലഗോപാൽ ആരോപണമുന്നയിച്ചു. CAGക്ക് പോലും നൽകാത്ത കണക്കുകൾ പുറത്തുള്ളവർക്ക് കൈമാറിയത് സത്യപ്രതിജ്ഞാ ലംഘനം. ധനവകുപ്പിലെ ഉദ്യോഗസ്ഥരെ വിശ്വാസത്തിലെടുക്കാതെ പുറത്തുള്ള ഏജൻസികളെ ധവളപത്രം തയ്യാറാക്കാൻ ഏൽപ്പിച്ചു. ഇത് ഭരണ സംവിധാനത്തെ ആകെ തകിടം മറിച്ചു. വിഷയത്തിൽ സ്പീക്കറുടെ അടിയന്തര റൂളിംഗ് വേണമെന്നും ബാലഗോപാൽ ആവശ്യപ്പെട്ടു. കൊണ്ടും കൊടുത്തുമൊക്കെ ഒരു ധവളപത്രം ഇന്ന് നിയമസഭയിലെത്തി. എന്നാൽ ധവളപത്രത്തിൽ പറയുന്ന വസ്തുതകളിലൂടെ കണ്ണോടിക്കുമ്പോഴാണ് സംസ്ഥാനം എത്രമാത്രം പ്രതിസന്ധിയിലാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. മുൻ സർക്കാരുകളുടെ ധൂർത്തും വരുമാന ചോർച്ചയുമൊക്കെ തുറന്നു കാട്ടുന്ന ധവളപത്രം. ഇടതുപക്ഷ സർക്കാരിൻ്റെ മുഖമടച്ചുള്ള മറുപടിയാണ് പുതിയ UDF സർക്കാർ ധവളപത്രത്തിലൂടെ നൽകുന്നത്. ഇതൊരു പൊളിറ്റിക്കൽ ഡോക്യുമെൻ്റ് എന്ന് പരിഹസിക്കുന്നവരോട് സതീശന് പറയാനുള്ളതൊന്നു മാത്രം. ഇതൊരു പൊളിറ്റിക്കൽ ഡോക്യുമെൻ്റ് അല്ല, മറിച്ച് സംസ്ഥാന സാമ്പത്തിക മേഖലയുടെ ആരോഗ്യം കൃത്യമായി പ്രതിപാദിക്കുന്ന ഒരു പൂർണ്ണ റിപ്പോർട്ടാണ്. ഇതിനെ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയില്ല. സർ, കാര്യവിവര പട്ടികയിലെ ഇനം 2 പ്രകാരമുള്ള സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം ഞാൻ മേശപ്പുറത്ത് വയ്ക്കുന്നു. സാർ, ഇനി അങ്ങേക്കുള്ള ഒബ്ജക്ഷൻ പറഞ്ഞോളൂ. ഒന്നാമത്തെ കാര്യം, നിയമസഭ നടപടിക്രമങ്ങളുടെ ഒരു ലിസ്റ്റ് നിയമസഭ പബ്ലിഷ് ചെയ്തതിന് ശേഷം ആ നടപടിക്രമങ്ങൾ അനുസരിച്ച് മേശപ്പുറത്ത് വയ്ക്കുന്ന ഒരു കടലാസ് എന്ന ഐറ്റത്തിലാണ് ഞാൻ ഈ ധവളപത്രം മേശപ്പുറത്ത് വെച്ചത്. അത് വയ്ക്കുക എന്നത് സ്പീക്കറുടെ അനുവാദത്തോടു കൂടി ചെയ്യുന്നൊരു കാര്യമാണ്. അത് വെച്ചതിന് ശേഷമാണ് അതിനുശേഷമുള്ള എന്തെങ്കിലും ഒബ്ജക്ഷൻ 303 എന്തെങ്കിലും അവതരിപ്പിക്കുന്നത്, അല്ലാതെ വെക്കുന്നതിന് മുമ്പല്ല. അത് നിയമസഭാ നടപടിക്രമങ്ങൾ അങ്ങ് 5 വർഷം അങ്ങേക്ക് അറിയാമെന്ന് പറഞ്ഞു. എനിക്ക് 25 വർഷം അറിയാവുന്ന ആളാണ്. ഇതാണ് നടപടിക്രമം. അങ്ങ് പരിശോധിച്ചാൽ മതി. ഇതിനു മുമ്പ് ഏത് കാര്യത്തിൽ ലീഗൽ ഒബ്ജക്ഷൻ, ഒരു ബില്ല് പോലും പൈലറ്റ് ചെയ്തിട്ടാണ് ലീഗൽ ഒബ്ജക്ഷൻ. ഇത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മുൻ ധനകാര്യമന്ത്രി ശ്രീ KN ബാലഗോപാൽ ഉന്നയിച്ച എല്ലാ കാര്യങ്ങളെയും വളരെ അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഒരു ഡോക്യുമെന്റും പുറത്തേക്ക് പോയിട്ടില്ല. ധനകാര്യ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ക്യാബിനറ്റിന്റെ അനുമതിയോടുകൂടിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ക്യാബിനറ്റിന്റെ അപ്രൂവൽ ഈ വൈറ്റ് പേപ്പറിനുണ്ട്. മുഴുവൻ നടപടിക്രമങ്ങൾ പബ്ലിക് ഡൊമൈനിലുള്ള ഡോക്യുമെന്റാണ് ഇതെല്ലാം. ഈ ഡോക്യുമെന്റ് ഇവിടെ ഇന്ന് വെച്ചിരിക്കുന്നത് കേരളാസ് ഫിസ്ക്കൽ ഹെൽത്ത് എന്നാണ്. കേരളത്തിന്റെ സാമ്പത്തിക ആരോഗ്യത്തെക്കുറിച്ചുള്ള ഒരു സ്റ്റേറ്റസ് റിപ്പോർട്ടാണ് ഗവൺമെന്റ് സഭയിൽ വെച്ചിരിക്കുന്നത്. കാരണം കേരളത്തിലെ ജനങ്ങൾ അറിയണം, കേരളത്തിലെ സമ്പദ് വ്യവസ്ഥയുടെ യഥാർത്ഥ ചിത്രം എന്താണ് എന്ന് കേരളത്തിലെ ജനങ്ങൾ, സാധാരണക്കാരായ ആളുകൾ
MLA-മാർ, മന്ത്രിമാർ, ജനപ്രതിനിധികൾ, ഇത് തയ്യാറാക്കുന്ന ആളുകൾ എല്ലാവരും അറിയണം, ബ്യൂറോക്രസി എല്ലാവരും അറിയണം ഇതെന്താണ് കേരളത്തിൻ്റെ യഥാർത്ഥ സമ്പദ് വ്യവസ്ഥ. ഇതെല്ലാം പബ്ലിക് ഡൊമൈനിലുള്ള വിവരങ്ങൾ മാത്രമാണ്. ഇത് നമുക്കറിയാം. ഇപ്പോൾ CDS-ൽ പരിശോധിച്ചാൽ CDS-ൻ്റെ ചെയർമാൻ ഇതിൻ്റെ അകത്ത് കമ്മിറ്റി അംഗമാണ്. CDS-ൽ എല്ലാ ഡോക്യുമെൻറ്റും ഉണ്ട്. ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവരുടെ സഹകരണം ഞങ്ങൾ തേടിയിട്ടുണ്ട്. അവരുടെ എല്ലാ ഡോക്യുമെൻറ്റും ഉണ്ട്. മാത്രമല്ല എല്ലാ വർഷവും ബജറ്റിൽ പ്രഖ്യാപിക്കുന്ന കാര്യങ്ങളാണ് ഈ ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത്. എല്ലാ വർഷത്തെയും ബജറ്റിന്റെ ഡോക്യുമെന്റിൽ പ്ലാൻ ഡോക്യുമെന്റ് ഇതൊന്നും ഒരു രഹസ്യ സ്വഭാവമുള്ള ഒരു ഡോക്യുമെന്റും ഇതിനകത്തില്ല. എല്ലാം പബ്ലിക് ഡൊമൈനിലുള്ള മുഴുവൻ ഡോക്യുമെന്റുകളും കൃത്യമായി അനലൈസ് ചെയ്തിരിക്കുകയാണ്. അതിന് ഏറ്റവും വിദഗ്ധരായ 3 പേരുടെ സഹായം ഞങ്ങൾ തേടി. ക്യാബിനറ്റ് സെക്രട്ടറി ആയിരുന്ന, ഡൽഹിയിൽ ക്യാബിനറ്റ് സെക്രട്ടറി ആയിരുന്ന, സംസ്ഥാനത്തെ പ്ലാനിംഗ് ബോർഡിന്റെ ഉപാധ്യക്ഷനായിരുന്ന ശ്രീ KM ചന്ദ്രശേഖർ, ഏറ്റവും പരിണതപ്രജ്ഞനായ ഒരു മുൻ ഉദ്യോഗസ്ഥൻ, അദ്ദേഹം ഏറ്റവും വലിയ സാമ്പത്തിക വിദഗ്ധൻ, ഡോക്ടർ ഡി നാരായണ എന്ന് പറയുന്ന എക്കണോമിസ്റ്റ്, CDS-ന്റെ ചെയർമാനായ ഡോക്ടർ വീരമണി, മാത്രമല്ല മുഴുവൻ സ്ഥലങ്ങളിൽ നിന്നും സാമ്പത്തിക കാര്യ വിദഗ്ധരുൾപ്പെടെയുള്ള മുഴുവൻ ആളുകളുടെ പല നോട്ടുകളും പരിശോധിച്ച് ധനകാര്യ വകുപ്പാണ് അതിൻ്റെ നേതൃത്വത്തിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാം എന്ന് നമ്മളങ്ങ് വിചാരിക്കരുത്. നമുക്ക് അറിയാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത് വിദഗ്ധരായ ആളുകളുടെ, ഓരോ രംഗത്തെയും വിദഗ്ധരായ ആളുകളുടെ സേവനം ഉറപ്പാക്കി അവരുടെ ഉപദേശം തേടി ാണ് ഓരോ കാര്യങ്ങളും ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളിലും നമുക്ക് എല്ലാ കാര്യങ്ങളെയും കുറിച്ച് പൂർണ്ണമായി അറിവുള്ള ആളുകളല്ല. ലോകത്ത് ഒരുപാട് മാറ്റങ്ങൾ നടക്കുകയാണ്, ഒരുപാട് സംഭവവികാസങ്ങൾ ഉണ്ടാകുകയാണ്. അതെല്ലാം അറിയാനും അത് മനസ്സിലാക്കാനും അതനുസരിച്ചുള്ള ഒരു പുതുയുഗ കേരളം കെട്ടിപ്പടുക്കാനുമാണ് ഈ ഗവൺമെന്റ് നിൽക്കുന്നത്. ഞാൻ വളരെ അഭിമാനത്തോടു കൂടി പറയുന്നു, ഇവിടെ പലപ്പോഴും വെച്ചിട്ടുള്ള പല വൈറ്റ് പേപ്പറുകളും പൊളിറ്റിക്കൽ ഡോക്യുമെന്റാണ്. ഇത് ഇറ്റ്സ് നോട്ട് എ പൊളിറ്റിക്കൽ ഡോക്യുമെന്റ്. ഇത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ആരോഗ്യം സംബന്ധിച്ച ഒരു സ്റ്റേറ്റസ് റിപ്പോർട്ടാണ്. ഇത് കേരളത്തിന്റെ ഭാവി കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി ഏറ്റവും പ്രയോജനം ചെയ്യാൻ പോകുന്ന അടിസ്ഥാന ഡോക്യുമെന്റാണ്. കെട്ടിപ്പൊക്കിയ മിഥ്യകളൊന്നും ശരിയല്ല എന്ന് ഞാനിപ്പോൾ അതിനെക്കുറിച്ച് ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അതെല്ലാം വായിച്ചു നോക്കിയിട്ട് എല്ലാവരും മനസ്സിലാക്കിയാൽ മതി. കെട്ടിപ്പൊക്കിയ മിഥ്യകൾ ഒരിക്കലും ഒരു സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയും ഒരു പ്ലാനും തയ്യാറാക്കുമ്പോൾ അതിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കാതെ സമ്പദ് വ്യവസ്ഥയുടെ അടിത്തറ കുഴിമാന്തുന്ന സംഭവങ്ങൾ ഇതെല്ലാം നമ്മൾ അറിയണ്ടേ? നമ്മൾ അറിയണമെങ്കിൽ വിദഗ്ധ ഉപദേശം വേണം. ആ വിദഗ്ധ ഉപദേശം ഈ സർക്കാർ ഇനിയുള്ള എല്ലാ കാര്യങ്ങളിലും നേടിക്കൊണ്ടായിരിക്കും മുന്നോട്ട് പോകുന്നത്. ആ വിദഗ്ധരുടെ സേവനവും അവരുടെ ഉപദേശവും ഈ വൈറ്റ് പേപ്പർ തയ്യാറാക്കുന്നതിന് സഹായകരമായിട്ടുണ്ട്. അവരോട് നന്ദി പറയാൻ കൂടി ഞാൻ അവസരം ഉപയോഗിക്കുന്നു. ഇദ്ദേഹം ഉന്നയിച്ചതുപോലുള്ള ഒരുവിധ നമ്മുടെ ഏതെങ്കിലും ഒരു ചട്ടമോ ഒരു നടപടിക്രമോ ഒന്നും ലംഘിക്കാതെ എല്ലാ നടപടിക്രമങ്ങളും പൂർണ്ണമായി പാലിച്ചുകൊണ്ടാണ് ഇത് തയ്യാറാക്കിയത്. ഇത് ഭാവി കേരളം കെട്ടിപ്പടുക്കുന്നതിനുള്ള ബേസിക് ഡോക്യുമെന്റായി മാറണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇന്ന് സഭയിൽ സർക്കാർ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ധവളപത്രം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്. സർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം ഒരു വീണെടുത്തുനിന്ന് ഉരുളലാണ്. നമ്മുടെ സംസ്ഥാനം ഇതേവരെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ധവളപത്രങ്ങളൊക്കെ പൊളിറ്റിക്കൽ ഡോക്യുമെൻ്റായിരുന്നു. ഇതാണ് ശരിയായ ധവളപത്രം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സർ, അത് വിചിത്രമായൊരു വാദമാണ്. സർ, നമ്മുടെ സംസ്ഥാനത്ത് അപ്പുറത്തായാലും ഇപ്പുറത്തായാലും മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾ ധവളപത്രം ഇറക്കിയിട്ടുണ്ട്. സർ, ഇവിടെ പ്രശ്നം ധനകാര്യ വകുപ്പിനെ ഇരുട്ടിൽ നിർത്താൻ പാടില്ല എന്നുള്ളതാണ്. ഇതിനു മുൻപുള്ള എല്ലാ ഗവൺമെൻറ്റുകളും, ഞങ്ങളതായാലും UDF-ൻ്റെതായാലും, ധനകാര്യ വകുപ്പാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. സർ, ഇവിടെ ധനകാര്യ വകുപ്പല്ല തയ്യാറാക്കിയത്. അതാണ് ഗൗരവമായ വിഷയം. അപ്പോൾ ധനകാര്യ വകുപ്പ് നേരത്തെ തയ്യാറാക്കിയ അത്തരം ഡോക്യുമെൻറ്റുകൾ പൊളിറ്റിക്കൽ ഡോക്യുമെൻ്റാണെന്ന് മുഖ്യമന്ത്രി പറയുന്നത് വിചിത്രമായൊരു വാദഗതിയായിപ്പോയി. സർ, ഇതാണ് പൊളിറ്റിക്കൽ ഡോക്യുമെൻ്റ്. അത്തരമൊരു പൊളിറ്റിക്കൽ ഡോക്യുമെൻ്റ് ഇവിടെ കൊണ്ടുവന്നത് തീർത്തും അനുചിതമായ നടപടിക്രമമാണ്. സർ, ഉപദേശം തേടുന്നവരെ പറ്റി ഞങ്ങൾക്കാർക്കും വ്യത്യസ്ത അഭിപ്രായമില്ല.
വിദഗ്ധരുടെ ഉപദേശം പല കാര്യങ്ങളിലും തേടേണ്ടി വരും. ഗവൺമെൻറ് ഇനിയും തേടേണ്ടതായിട്ട് വരും. പക്ഷേ ധവളപത്രം തയ്യാറാക്കുന്നത് നമ്മുടെ ധനകാര്യ വകുപ്പായിരിക്കണമായിരുന്നു. അതിൻ്റെ വ്യതിയാനമാണ് വന്നിട്ടുള്ളത്. ഇതൊരു കൃത്യമായ പൊളിറ്റിക്കൽ ഡോക്യുമെൻ്റാണ്. ഉള്ളടക്കം നോക്കി ബാക്കി കാര്യങ്ങൾ പിന്നീട് പറയാം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇവിടെ നടത്തിയതാണ് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്. സാർ, ഒരു നടപടി അങ്ങ് ഇതിന് എതിരായിട്ടൊരു ആക്ഷേപം ഉന്നയിക്കുമ്പോൾ ഏത് നടപടിക്രമമാണ്, ഏത് ആക്റ്റാണ്, ഏത് റൂൾസാണ്, ഏത് പ്രൊസീജിയറാണ് ലംഘിച്ചുകൊണ്ടാണ് ഇത് നടത്തിയതെന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ജസ്റ്റ് പറയാമല്ലോ, ഇതാണ് പൊളിറ്റിക്കൽ ഡോക്യുമെന്റ്. അങ്ങ് ഇത് വായിച്ചു നോക്കിയിട്ട് പോലില്ലല്ലോ. വായിച്ചു പോലും നോക്കാതെ അങ്ങയുടെ കയ്യിൽ ഇപ്പോൾ കോപ്പി എത്തുന്നേ ഉള്ളൂ. അതിനു മുമ്പ് ഇതൊരു പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് ആണെന്ന് അങ്ങ് എങ്ങനെയാണ് മുൻകൂട്ടി പറയുന്നത്? അത് മുൻവിധിയോടുകൂടി അങ്ങ് പറയാണ്, മുൻവിധിയോടുകൂടി. അതിൻ്റെ കവർ എത്തുന്നേ ഉള്ളൂ. അവിടെ ആ കവർ എത്തുന്നേ ഉള്ളൂ. എൻ്റെ കയ്യിൽ കിട്ടിയ ഞങ്ങൾ ക്യാബിനറ്റ് പരിശോധിച്ചുകൊണ്ട് എനിക്കറിയാം അങ്ങ് ഇത് കണ്ടിട്ട് പോലുമില്ല. കാണുന്നതിന് മുമ്പ് ഇതാണ് പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് എന്ന് പറഞ്ഞത് ഉചിതമായില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. സർ, ഞാൻ പറഞ്ഞത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതിനുള്ള മറുപടിയാണ്. അദ്ദേഹമാണ് പറഞ്ഞത് നേരത്തെ ഉള്ളതെല്ലാം പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് ആയിരുന്നു. അതിനുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഞാൻ പറഞ്ഞത് കൃത്യമായിട്ട് ഇറ്റ്സ് ഓൺ റെക്കോർഡ്. ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചോ? ഇതിനു മുമ്പ് കൊണ്ടുവന്ന പല ധവളപത്രങ്ങളും അല്ലല്ല, നോക്കിക്കോ, ഇറ്റ്സ് ഓൺ റെക്കോർഡ്. ധവളപത്രങ്ങളും പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് ആയിരുന്നു. ഇതല്ല എന്നാണ് പറയുന്നത്. നോക്കിക്കോ, നിങ്ങൾ പരിശോധിക്കുക. രണ്ടാമത്തെ കാര്യം, അല്ല, നിങ്ങൾ ബഹളം ഉണ്ടാക്കിയല്ലേ? ഞങ്ങളിപ്പോ അദ്ദേഹം പറഞ്ഞതല്ലേ ഞാൻ മറുപടി പറയുന്നത്. അതുകൊണ്ട് എന്താ കുഴപ്പം? ഇതിനു മുൻപ് ഇങ്ങനെയാണ് ചെയ്തത്, അതുകൊണ്ട് നിങ്ങളും ഇങ്ങനെ ചെയ്യണം. അങ്ങനെ ചെയ്യണമെങ്കിൽ അത് പാലിക്കേണ്ട ഏതെങ്കിലും നടപടിക്രമങ്ങൾ ലംഘിച്ചാൽ അത് പറയാം. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ രീതിയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ പിന്തുടരുന്ന നയം തുടരാനല്ല ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. ഞങ്ങളെ ജനങ്ങൾ ഇവിടെ ഇരുത്തിയിരിക്കുന്നത് അതിനല്ല. ആ നയങ്ങൾക്ക് മാറ്റമുണ്ടാകണം, ആ സമീപനങ്ങൾക്ക് മാറ്റമുണ്ടാകണം. അതിനാണ് നിങ്ങളെ പരാജയപ്പെടുത്തി ഞങ്ങളെ വിജയിപ്പിച്ച് ഞങ്ങളെ ഈ കസേരകളിൽ ഇരുത്തിയിരിക്കുന്നത്. ആ മാറ്റം ഉണ്ടാവുക തന്നെ ചെയ്യും. ഇവിടെ നടപടിക്രമങ്ങളുടെ ലംഘനം ഉണ്ടാകരുത് എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. ആ നടപടിക്രമങ്ങളുടെ ലംഘനം പൂർണ്ണമായിട്ടുണ്ടായിരിക്കുന്നു. അത് തെരഞ്ഞെടുപ്പ് വിജയം കൊണ്ട് എന്തുമാകാം എന്ന നിലയിൽ മുഖ്യമന്ത്രി പറയുന്നത് ശരിയായ നടപടിയല്ല. അത് ശരിയായ ക്രമമല്ല.